Hi traders, welcome back to Market Waves. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 2/4/2025 ബുധനാഴ്ച 23,330 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 23,150 എന്ന ലെവലിലായിരുന്നു. ചാർട്ട് പ്രകാരം പരിശോധിക്കുമ്പോൾ 180ഓളം പോയിന്റ് ഗ്യാപ് ഡൗൺ ആയിട്ടാണ് നിഫ്റ്റി ഓപ്പൺ ആയത്. ഇന്നത്തെ ഹൈ ആൻഡ് ലോ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം നിഫ്റ്റി ഇന്ന് ആകെ തന്നിട്ടുള്ളത് ഒരു 156 പോയിന്റിന്റെ മൂവ്മെന്റ് മാത്രമാണ്. ഹൈയും ലോയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കുമ്പോൾ ഒരു 156 പോയിന്റ് മൂവ്മെന്റ് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ലഭിച്ചത് ഒരു ഭീകരമായ ഗ്യാപ് ഡൗൺ ആണെങ്കിൽ പോലും ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ഓപ്പൺ ആയിടത്തുനിന്ന് അപ്പോൾ തന്നെ 1 മിനിറ്റിൽ തന്നെ വളരെ വേഗം പ്രൈസ് അപ്പോഴ് മൂവ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിക്കുമ്പോൾ പ്രൈസ് അപ്വേർഡ് ഡയറക്ഷനിലാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞ ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനും ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാനും കഴിഞ്ഞിരുന്നു. മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലുകളിലേക്ക് ടാർഗറ്റ് പ്രതീക്ഷിക്കാൻ കഴിയുന്നതായിരുന്നു. ആ തരത്തിൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നത് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന അപ്പ് മൂവ് സെല്ല് ചെയ്യാം എന്നായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ തുടർന്ന് ഈ ലെവലുകളും ഈ 2 ലെവലും കൃത്യമായും വളരെ വേഗം തന്നെ ടെസ്റ്റ് ചെയ്തു. അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും കിട്ടിയ ഡിക്ലൈൻ ഡേയ്സ് ലോയിലോട്ട് പോകുന്നില്ല, മറിച്ച് റിവേഴ്സൽ തന്നെയാണ് തരുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞ ഏതൊരാൾക്കും ഇവിടെ നിന്നും ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയുന്നതായിരുന്നു. ഡേയ്സ് ലോ കുറച്ച് ദൂരമുള്ള സ്റ്റോപ്പ് ലോസ് ആണ് എങ്കിൽ തന്നെയും അതിനിടയിലുള്ള മറ്റ് സപ്പോർട്ട് ലെവലുകളെ ഒരു സ്റ്റോപ്പ് ലോസ് ലെവൽ എന്ന രീതിയിൽ കണക്കാക്കിക്കൊണ്ട് കോൾ ഓപ്ഷൻ വീണ്ടും ബൈ ചെയ്യാൻ കഴിഞ്ഞവർക്ക് ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ട്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് കിടന്നാൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ കൃത്യമായും അവിടെ ടാർഗറ്റ് ലഭിച്ചു. വീണ്ടും ഡിക്ലൈൻ സെല്ലിംഗ്, വീണ്ടും ബൈ തന്നെ. എന്നാൽ പുതിയ ഉയരം തരാതെ പ്രൈസ് അവിടെ നിന്നും റിവേഴ്സ് ആവുകയാണ് ചെയ്തത്. എന്നാൽ ഇത്തരത്തിൽ ഉള്ള ഒരു മൂവ്മെന്റ് ലഭിക്കുമ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്യുമ്പോൾ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ അതല്ലെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഒരു സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യാം എന്ന് കരുതിയിരുന്നവർക്കും കൃത്യമായി അതിൻ്റെ താളത്തിന് പ്രൈസ് മൂവ് ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ പ്രകാരമുള്ള ആ ഒരു മൂവ്മെന്റിനെ കൃത്യമായി റീഡ് ചെയ്യാൻ കഴിയുന്നവർക്ക് ഇതെല്ലാം ട്രേഡബിൾ തന്നെ ആയിരുന്നു. എന്നാൽ ഏതാണ്ട് ഈ ലെവൽ കഴിഞ്ഞതിന് ശേഷമുള്ള ടൈം നമുക്കറിയാം, ഇന്ന് വീക്ക്ലി ക്ലോസിംഗ് ഡേ ആണ്. കാര്യമായ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ദിവസമല്ല. എന്നാൽ പ്രീമിയം വളരെ കുറഞ്ഞതായിരിക്കും, വളരെ ചെറിയ പ്രൈസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് വ്യക്തമായി നോക്കി നിന്ന് കൃത്യമായി എൻട്രി എടുത്തവർക്ക് ചെറിയ ചെറിയ ടാർഗറ്റുകൾ കൂടുതൽ ലോട്ട് സൈസ് എടുത്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകണം. അതല്ലെങ്കിൽ ഇത്തരം ബോറിംഗ് ഒഴിവാക്കി പലരും രംഗം വിട്ടിട്ടുണ്ടാകാം. എങ്കിലും ഇന്നത്തെ ഈ 2-3 മൂവ്മെൻറ്റ് നല്ല രീതിയിൽ ട്രേഡ് ചെയ്തവരുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് പലരും മാറി നിൽക്കുക തന്നെയാണ് നമ്മളുടെ ചാനൽ വാച്ച് ചെയ്യുന്നവർ ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം എനിക്ക് ലഭിച്ചിട്ടുള്ള പി ഹാൻഡിലുകൾ ആ തരത്തിൽപ്പെട്ടതായിരുന്നു. അപ്പോൾ ഇന്ന് ലഭിച്ച ഈ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കും എന്ന് പരിശോധിക്കാം. 23,236 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 23,209 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് മൈനർ എന്ന രീതിയിൽ 23,350 ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 23,455 എന്ന ലെവലാണ് ഒരു മേജർ റെസിസ്റ്റൻസായി വരാൻ സാധ്യതയുള്ളത് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതിനു മുകളിൽ 498 എന്ന ലെവലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലാണ്. ഇതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈൻ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കേണ്ടത്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ
തുടർന്ന് മുകളിലുള്ള ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം അപ്പ് മൂവ് കിട്ടുകയാണെങ്കിലും ഇന്നത്തെ ഡേയ്സ് ഹൈ ഒരു ടാർഗറ്റ് ലെവലായി കണക്കാക്കാവുന്നതാണ്. അതിന് മുകളിലോട്ടൊരു ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രമാണ് നമുക്ക് കുറച്ചും കൂടെ ഈസിയായി തൊട്ട് മുകളിലുള്ള ലെവലുകൾ കിട്ടാം എന്ന് കരുതാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ ഒന്ന് അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 23,181 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ പ്രൈസ് വീക്കായേക്കാം. അങ്ങനെയെങ്കിൽ പിന്നീട് ലഭിക്കേണ്ടുന്ന ടാർഗറ്റാണ് 23,135, 23,062, 23,020 എന്നിങ്ങനെയുള്ള ലെവലുകൾ. 51,497 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ തൊട്ട് താഴെയായി 51,341 എന്ന ലെവലാണ് ഒരു മൈനർ സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. മേജർ സപ്പോർട്ട് റെസിസ്റ്റൻസായി 52,006 എന്ന ലെവലാണ് കാണുന്നത്. അതിന് അടിയിൽ 51,932, 803 എന്നിങ്ങനെയുള്ള മൈനർ റെസിസ്റ്റൻസ് ലെവലുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് 51,803 എന്ന ലെവലാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സിലോ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് മുകളിൽ രേഖപ്പെടുത്തി കാണുന്നവ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കേണ്ടുന്ന ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിക്കാമെന്നാണ് കണക്കാക്കുന്നത്. ലെവലുകൾ നിങ്ങൾക്ക് കൃത്യമായും സ്ക്രീനിൽ കാണാമെന്ന് കരുതുന്നു. 51,261 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ടു താഴെയായി 76,261 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ടായി കാണുന്നത്. തൊട്ടു താഴെയായി മൈനർ സപ്പോർട്ടായി 76,143 എന്ന ലെവലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 76,775 എന്ന മൈനർ റെസിസ്റ്റൻസും തുടർന്ന് 77,213 എന്ന മേജർ റെസിസ്റ്റൻസുമാണ് ഞാൻ മുകളിലോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന പ്രധാന ടാർഗറ്റ് 76,775 എന്ന മൈനർ റെസിസ്റ്റൻസ് തന്നെയാണ്. എന്നാൽ ഇന്നത്തെ ഉയരവും ഈ ലെവലുമൊക്കെ ടാർഗറ്റുകളായി ആദ്യം പ്രവർത്തിച്ചേക്കാം. ഇതിനെ മുകളിലെല്ലാം ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഡിക്ലൈനുകൾ അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാൻ കഴിയും. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് ഇതിന് മുകളിലോട്ടാണ്. അതുവരെ രേഖപ്പെടുത്തിയ ഉയരത്തിന് മുകളിലോട്ട് അത്തരത്തിൽ മുകളിലോട്ട് സഞ്ചരിക്കുന്നു എന്ന് വന്നാൽ തുടർന്ന് ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിക്കാം എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലിൽ ഏതോ ഒന്ന് അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടത് 75,959 എന്ന
മൈനർ സപ്പോർട്ട് തന്നെയാണ്. ആ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുന്ന ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് പ്രൈസ് അല്പം കൂടെ വീക്കായേക്കാം. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്ന പക്ഷം താഴെയുള്ള ലെവലുകൾ ടാർഗറ്റുകളായി ലഭിക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സാധാരണയായി ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്ക് വേണ്ടിയുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. ഡിസ്ക്ലെയിമർ: ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. ഇത് ഒരു കോൾ ഓപ്ഷൻ വാങ്ങിക്കൊള്ളൂ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ വാങ്ങിക്കൊള്ളൂ എന്നുള്ള സജഷനുമല്ല. കേവലമായ എൻ്റെ ഒരു ട്രേഡിംഗ് പ്ലാൻ, നാളത്തേക്ക് എനിക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്ലാനാണ്. തികച്ചും പഠനാർത്ഥം ഇത് നിങ്ങൾക്കും ഉപയോഗിക്കാം. ആ തരത്തിലുള്ള ഒരു സതുദ്ദേശത്തോടു കൂടിയാണ് ഞാനിത് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. പ്രയോജനപ്പെടുത്തുന്നതിൽ സന്തോഷം മാത്രം. എന്നാൽ റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ് എന്ന് ഓർമ്മിക്കുക. ലെവലുകൾ ഗുണകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതോടൊപ്പം ലൈക്ക് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്